കോൺഗ്രസിന്റെ ഓരോരോ കണ്ടെത്തലുകളെ. ഷമാ മുഹമ്മദ് KPCCയുടെ പുതിയ ഭാരവാഹി പട്ടിക വന്നപ്പോൾ ഗതി കിട്ടാതെ അലയുകയാണ്. എന്തൊക്കെയായിരുന്നു തീപ്പൊരി എന്നാണ് കോൺഗ്രസ് വിളിച്ചിരുന്നത്. തീയും ഇല്ല, പൊരിയും ഇല്ല. ഒടുവിൽ KPCCയുടെ പുനഃസംഘടനയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ പടിക്കലോട്ടെ അടുപ്പിക്കാത്ത ഷമാ മുഹമ്മദ് ഇന്നിപ്പോ അതിനെതിരെ ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ്. ആ മറുപടി കേട്ട് എന്റെ കിളി പോയി. ഇനി നിങ്ങളുടെ കിളിയും കൂടി പോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് നിങ്ങളെയും കൂടി കേൾപ്പിക്കുന്നത്. നമുക്ക് ഒരു കാര്യമുണ്ട്, മലബാറില് ഒരു പ്രശ്നം കാണുന്ന എല്ലാവർക്കും ആഗ്രഹവും ആശയമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എല്ലാ മതേതരമുള്ള ഒരു പാർട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു എല്ലാവർക്കും വേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പം ഇത് മലബാർ ഏരിയയിൽ ഒരു ന്യൂനപക്ഷത്തിനോട് വേറെ പാർട്ടി ഉണ്ടല്ലോ, അവിടെ ആ പാർട്ടി ഉണ്ടല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ട്, അത് ശരിയല്ല. ഇവിടെയും ന്യൂനപക്ഷം വളരണം, ഇവിടെയും അവർക്ക് സ്ഥാനം കൊടുക്കണം. അല്ല, അങ്ങനെയല്ല. മലബാർ ഏരിയയിൽ വേറെ പാർട്ടിയിൽ നിങ്ങൾ പറയരുത്. അത് എന്റേതെന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ പാർട്ടിയാണ്, മറ്റേത് വേറെ പാർട്ടി. ഇതൊരു മതേതര പാർട്ടിയിലുണ്ട് നമ്മളെല്ലാം വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനിയും മുന്നോട്ട് അവരെ ഇതാക്കണം. അവിടെ പറയാൻ പാടില്ലല്ലോ മലബാറിൽ പരിഗണന, അവിടെ വേറെ പാർട്ടിയുണ്ട്, അവര് സ്ഥാനാർത്ഥി ഉണ്ട്, അതല്ലല്ലോ. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ എന്ന്, അതുകൊണ്ടല്ല നമ്മൾ ഇവിടെ അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പറഞ്ഞാൽ അവിടെ ഒരു പാർട്ടി ഉണ്ടാവുമ്പം നമ്മൾ പറയണം ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അവിടെ ഇവിടെ ആവശ്യമില്ലാന്ന്. മനസ്സിലായി ഞാൻ പറയുന്നത്? ഞാൻ ഒന്നും ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ മലബാർ ഏരിയയിലും നമുക്ക് വേണമല്ലോ. എന്താ വ്യക്തത, എന്താ സ്ഫുടത! ഇംഗ്ലീഷാണോ മലയാളമാണോ ഏതാണ് അറിയാവുന്നുള്ള ഭാഷ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. മൊത്തം അവിയൽ പരുവാണ്. എന്ത് ചെയ്യൂന്ന് പറ. കോൺഗ്രസ് കണ്ടെത്തി ഈ നാടിലേക്ക് സംഭാവന ചെയ്യുന്ന ഓരോരോ വിനകളെ എന്ത് ചെയ്യൂന്ന് പറ. ഇതെല്ലാം സഹിക്കേണ്ട ഉത്തരവാദിത്തം ഈ പാവപ്പെട്ട ജനങ്ങളുടെ തോളിലും. വരും കാലത്തിൽ കോൺഗ്രസിന്റെ പ്രോമിസിംഗ് വനിതാ ലീഡറായിരുന്നു. ചാനൽ ചർച്ചകളിലെ സുധാകരന്റെ ഗർജനമായിരുന്നു. ധീരജ് എന്ന ചെറുപ്പക്കാരനെ നിഖിൽ പൈലി കൊലക്കത്തിക്കിരയാക്കിയപ്പോൾ അന്ന് ഇതേ ഗർജനത്തിന്റെ ഡയലോഗ് കർമ്മ എന്നായിരുന്നു. ഇപ്പൊ എന്ത് വേണം? ഒറിജിനൽ കർമ്മയിലെത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന കോപ്രായങ്ങൾ. ഇപ്പോ പാർട്ടിയിലുണ്ടോ? ഉണ്ടില്ല. പാർട്ടിയിൽ എന്താണ് പദവി? എന്തെങ്കിലും കിട്ടുമോ? ആർക്കറിയാം. ആ ഗതികേടിലാണ്. അങ്ങനെയാണ് കേരളത്തിലെ മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം കോൺഗ്രസ്സുകാർ എവിടെ ഇറങ്ങിയാലും അവർക്ക് ക്യാമറയും കിട്ടും, കോലും കിട്ടും. ഈ ഡയലോഗ് അടിച്ച് നാട്ടുകാരുടെ കൂടി കിളി പറത്തിയിരിക്കുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. നല്ലൊരു മികച്ച വനിതാ മന്ത്രിയാണ് ഇതിലൂടെ കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? എത്ര കൃത്യമായിട്ടാണ് കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ഒരാൾ മലയാളവും ഇംഗ്ലീഷും കൂടി സംസാരിച്ചതെന്ന് നിങ്ങൾ കേട്ടില്ലേ? എന്തായാലും ഒരിക്കൽ കൂടി അത് കേട്ടിരിക്കുക. നിങ്ങൾക്ക് അത് തന്നെ വേണം. നമുക്ക് ഒരു കാര്യമുണ്ട്, മലബാറില് ഒരു പ്രശ്നം കാണുന്ന എല്ലാവർക്കും ആഗ്രഹവും ആശയമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എല്ലാ മതേതരമുള്ള ഒരു പാർട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു എല്ലാവർക്കും വേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പം ഇത് മലബാർ ഏരിയയിൽ ഒരു ന്യൂനപക്ഷത്തിനോട് വേറെ പാർട്ടി ഉണ്ടല്ലോ, അവിടെ ആ പാർട്ടി ഉണ്ടല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ട്, അത് ശരിയല്ല. ഇവിടെയും ന്യൂനപക്ഷം വളരണം, ഇവിടെയും അവർക്ക് സ്ഥാനം കൊടുക്കണം. അല്ല, അങ്ങനെയല്ല. മലബാർ ഏരിയയിൽ വേറെ പാർട്ടിയിൽ നിങ്ങൾ പറയരുത്. അത് എന്റേതെന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ പാർട്ടിയാണ്, മറ്റേത് വേറെ പാർട്ടി. ഇതൊരു മതേതര പാർട്ടിയിലുണ്ട് നമ്മളെല്ലാം വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനിയും മുന്നോട്ട് അവരെ ഇതാക്കണം. അവിടെ പറയാൻ പാടില്ലല്ലോ മലബാറിൽ പരിഗണന, അവിടെ വേറെ പാർട്ടിയുണ്ട്, അവര് സ്ഥാനാർത്ഥി ഉണ്ട്, അതല്ലല്ലോ. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ എന്ന്, അതുകൊണ്ടല്ല നമ്മൾ ഇവിടെ അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പറഞ്ഞാൽ അവിടെ ഒരു പാർട്ടി ഉണ്ടാവുമ്പം നമ്മൾ പറയണം ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അവിടെ ഇവിടെ ആവശ്യമില്ലാന്ന്. മനസ്സിലായി ഞാൻ പറയുന്നത്? ഞാൻ ഒന്നും ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ മലബാർ ഏരിയയിലും നമുക്ക് വേണമല്ലോ.